വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ അനിവാര്യവും കാതലുമായ സവിശേഷതയാണ് വിയോജിക്കാനുള്ള അവകാശം. വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകൾ കൈകാര്യം ചെയ്യുന്നതിലും ചർച്ചകൾ വളർത്തുന്നതിലും തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലും വിയോജിപ്പിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഭരണകൂടത്തെ നിശിതമായി വിമർശിക്കുകയെന്നത് ഏകാധിപത്യത്തിനെതിരായ ചെറുത്തുനിൽപ്പ് കൂടിയാണ്. ഭരണകൂടത്തോടുള്ള തന്റെ പ്രതിഷേധം സാധാരണക്കാരൻ ആക്ഷേപഹാസ്യങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാനാകും. നിർഭാഗ്യവശാൽ പ്രതിഷേധങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടമല്ല വർത്തമാന ഇന്ത്യയിലുള്ളത്. പാർലമെന്റ് മുതൽ തെരുവുകൾ വരെ പ്രതിഷേധ സ്വരങ്ങളോട് എന്ത് സമീപനമാണ് കാവി ഭരണകൂടം സ്വീകരിക്കുന്നതെന്ന് ഓരോ ദിവസവും നാം കാണുകയാണ്. പുതിയ കാലത്ത് നിർമ്മിത ബുദ്ധി അഥവാ AI എന്ന സാങ്കേതിക വിദ്യയെ ഈ പ്രതിഷേധത്തിനായി ഉപയോഗിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഹാലിളകുകയാണ്. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ വീഡിയോകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതിലൂടെ BJPയെ ചെറുവിമർശനങ്ങൾ പോലും അലോസരപ്പെടുത്തുന്നുവെന്നാണ് വ്യക്തമാവുന്നത്. ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് BJP ഏകാധിപത്യത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണെന്ന വിവിധ കോണുകളിൽ നിന്നുള്ള നിശിതമായ വിമർശനങ്ങളെ സാധൂകരിക്കുന്നു. അൽഗോരിതങ്ങളും നിർമ്മിത ബുദ്ധിയും അടിസ്ഥാനമാക്കിയുള്ള ആധുനിക സെൻസർഷിപ്പ് രീതികളിലേക്ക് മാറി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവയെയൊക്കെ ജനങ്ങളിൽ നിന്നകറ്റി പ്രതിപക്ഷ സ്വരം ഇല്ലാതാക്കുകയാണ് മോദി ഷാ ഭരണകൂടം. സർക്കാരിന്റെ വീഴ്ചകളെ പരിഹസിച്ചും നയങ്ങളെ വിമർശിച്ചും കോൺഗ്രസ് ഔദ്യോഗികമായി പുറത്തിറക്കിയ 9 AI വീഡിയോകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഇടപെടലിലൂടെ നീക്കം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻകാല പ്രസംഗങ്ങളിലെ വാഗ്ദാനങ്ങളും ഇപ്പോഴത്തെ സാഹചര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം, അദാനി അംബാനി ബന്ധം, തൊഴിലില്ലായ്മയും സാമ്പത്തിക തകർച്ചയും എന്നിവയെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന AI വീഡിയോകളായിരുന്നു അവ. ഇവ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് വീഡിയോയിൽ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് IT മന്ത്രാലയം ഇവ നീക്കം ചെയ്യാൻ സോഷ്യൽ മെറ്റ ഉൾപ്പെടെയുള്ള മീഡിയ പ്ലാറ്റ്ഫോം കമ്പനികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. കോൺഗ്രസ് പുറത്തിറക്കിയ വീഡിയോകൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്നുമാണ് IT മന്ത്രാലയത്തിന്റെ നിലപാട്. ഒരു വശത്ത് AI ഉച്ചകോടികൾ നടത്തി രാജ്യപുരോഗതി അവകാശപ്പെടുമ്പോൾ മറുവശത്ത് അതേ സാങ്കേതിക വിദ്യയെ സെൻസർ ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് നടപ്പിലാക്കുന്നത്. ആക്ഷേപഹാസ്യങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും നീക്കം ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്. ഡിജിറ്റൽ യുഗത്തിൽ ആശയ പ്രചാരണത്തിനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് നിർമ്മിത ബുദ്ധി. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആക്ഷേപഹാസ്യങ്ങളെയും തെറ്റായ വിവരം എന്ന മുദ്രകുത്തി അടിച്ചമർത്തുന്നത് ജനാധിപത്യപരമായ ഇടപെടലുകളെ ഇല്ലാതാക്കും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും രാഷ്ട്രീയമായ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. മോദി സർക്കാരിന്റെ ഇത്തരം ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തികൾ വരും ദിവസങ്ങളിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും വഴിവെച്ചേക്കും. ഫെബ്രുവരി മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ IT ചട്ടങ്ങൾ പ്രകാരം സർക്കാരിന് അതൃപ്തിയുള്ള AI വീഡിയോകളും ഉള്ളടക്കങ്ങളും നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകിയിരുന്ന സമയം 36 മണിക്കൂറുകളിൽ നിന്ന് 3 മണിക്കൂറായി കുറച്ചു. ഇത് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനുള്ള നീക്കമാണെന്ന വിമർശനം ശക്തമാണ്. Like, share, subscribe.